ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടെക് ഗേറ്റ്വേ മലയാളം. ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ അറേസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നോർമൽ കേസിൽ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമല്ല സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് var നെയിം ഇസ് ഈക്വൽ ടു സച്ചിൻ. അതായത് നെയിം എന്നുള്ള വേരിയബിളിൽ നമ്മൾ സച്ചിൻ എന്നുള്ള വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു വേരിയബിളിൽ പല പേരുകൾ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പ്രോഗ്രാം ചെയ്യണം, അതായത് ടു സ്റ്റോർ 100 നെയിംസ്. അപ്പം ഇങ്ങനത്തെ ഒരു കേസിൽ എനിക്ക് നെയിം 1 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം, പിന്നെ നെയിം 2 എന്ന് പറഞ്ഞു, var നെയിം 2 എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആളുടെ പേര്, var നെയിം 3 എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ആളുടെ പേര്, അങ്ങനെ 100 പേരുകൾ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ അറേസ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരൊറ്റ വേരിയബിൾ മതി. ഇത്രയും 100 പേരുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ വേരിയബിൾ മാത്രം നമുക്ക് മതിയാകും. ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിൻടാക്സ് ആണ്. സോ var എന്ന് കൊടുത്തിട്ട് നമ്മളുടെ അറേയുടെ പേരിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇതിലേക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മളുടെ വാല്യൂസ്, നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂസിനെ നമ്മൾ കൊടുക്കും. സോ കാർ എന്നുള്ള വേരിയബിൾ അറേ നെയിമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ആ കാറിനകത്തോട്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂസ് ഇതിപ്പോൾ ഞാൻ 3 സ്ട്രിങ് വാല്യൂസാണ് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തത്, നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. സോ ഈ ഒരു ന്യൂ കീവേഡ് ശരിക്കും ഒരു പുതിയ ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ അറേ എന്ന് കാണുന്നത് ഒരു മെത്തേഡാണ്. ഇതൊരു ജാവാസ്ക്രിപ്റ്റിലെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിനെപ്പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. സോ ഇങ്ങനെ ചെയ്താൽ കാർ എന്നുള്ളൊരു അറേ വേരിയബിളിലോട്ട് നമുക്ക് ഇത്രയും വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇത് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് അല്ല. നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ മാരുതി എന്നുള്ള കാർ നെയിം ഇൻഡെക്സ് പൊസിഷൻ 0-ലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതേപോലെ ഹുണ്ടായി എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലാണ്. അതേപോലെ തന്നെ BMW സ്റ്റോർ ചെയ്തേക്കുന്നത് സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനിലാണ്. ഇനി ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അറേ നെയിം എന്ന് കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ 0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് കാറിൻ്റെ പേരിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതായത് മാരുതി ഇൻ ദിസ് കേസ്. അതേപോലെ തന്നെ കാർസ് എന്ന് കൊടുത്തിട്ട് ഇൻഡെക്സ് നമ്പർ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് ഹുണ്ടായി എന്നാണ്. സോ ഹുണ്ടായി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റിൽ അറേസ് ഒബ്ജക്റ്റിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു അറേ കൊടുക്കുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് അറേസിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. സോ ജാവാസ്ക്രിപ്റ്റിൽ കുറേ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഉണ്ട്. എന്നിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലെങ്ത് പ്രോപ്പർട്ടി. സോ ഈ ഒരു ലെങ്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളുടെ ആ അറേയിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെത്തേഡാണ് സോർട്ട് എന്നുള്ള മെത്തേഡ്. സോ ഈ ഒരു സോർട്ട് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അറേസിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ എക്സാമ്പിളിൽ, നേരത്തെ കാസ് എന്നുള്ള എക്സാമ്പിളിൽ കാസ് ഡോട്ട് ലെങ്ത് എന്ന് കൊടുക്കുമ്പം എനിക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് 3 ആയിരിക്കും. കാരണം അവിടെ 3 കാസിൻ്റെ പേരായിരുന്നു നമ്മുടെ അറേയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാസ് ഡോട്ട് സോർട്ട് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കാസിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊരു എക്സാമ്പിളാണ്. var ഫ്രൂട്ട്സിനകത്ത് ഞാൻ 4 എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് 4 ആയിരിക്കും. സോ ലെങ്ത് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എപ്പോഴും അറേയുടെ ഇൻഡെക്സിനെക്കാളും 1 കൂടുതലായിരിക്കും. ഇറ്റ് ഓൾവേസ് 1 മോർ ദാൻ ദ ഹയസ്റ്റ് അറേ ഇൻഡെക്സ്. അതായത് ഇൻഡെക്സ് എങ്ങനെയാണ് പോകുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. പക്ഷെ ലെങ്ത് പ്രോപ്പർട്ടിയിൽ കൗണ്ടിങ് തുടങ്ങുന്നത് 1 2 3 4 അങ്ങനെയാണ്.
ഇനി ആക്സസിങ് ദ ഫസ്റ്റ് അറേ എലമെൻറ്റ്. സോ ഇവിടെ ഫ്രൂട്ട്സ് എന്നാണ് നമ്മളുടെ അറേ നെയിം. ഈ അറേ നെയിമിലോട്ട് ഈ അറേയിലോട്ട് ഞാൻ 4 വാല്യൂസ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്: ബനാന, ഓറഞ്ച്, ആപ്പിൾ ആൻഡ് മാംഗോ. സോ ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ 0-ലിരിക്കുന്നത് ബനാന എന്നുള്ള എലമെൻ്റ് ആണ്. സോ ഈ ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് എന്നുള്ള അറേ നെയിം കൊടുക്കും. അതിലേക്ക് ഇൻഡെക്സ് പൊസിഷൻ 0 ആണ് എനിക്ക് ആക്സസ് ചെയ്യേണ്ടത്. സോ 0 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ബനാന എന്നുള്ള വാല്യൂവിനെ എനിക്ക് ആക്സസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ ഞാൻ ഫസ്റ്റ് എന്നുള്ളൊരു വേരിയബിൾ നെയിമിലൂടെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ബനാന എന്നായിരിക്കും എനിക്ക് ഡിസ്പ്ലേ ആയി സ്ക്രീനിൽ കാണിക്കേണ്ടത്. ഇനി സപ്പോസ് എനിക്കൊരു അലേർട്ട് ബോക്സിനകത്താണ് എനിക്കൊരു ഡിസ്പ്ലേ ആയി കാണിക്കേണ്ടതെങ്കിൽ ഞാൻ അലേർട്ട് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ്സിനകത്ത് ഞാൻ ഫസ്റ്റ് എന്ന് കൊടുക്കും. സോ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ബനാന എന്നുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടും. പക്ഷേ അലേർട്ട് ബോക്സിനകത്ത് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയി കാണിക്കും. ഇനി സോ ഈ ഒരു കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, സപ്പോസ് എനിക്ക് അറിയില്ല എത്ര എലമെൻറ്റ്സ് ആണ് അറേയിലുള്ളത് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഞാൻ അറേ നെയിം ഡോട്ട് ലെങ്ത് -1 എന്ന് കൊടുക്കുമ്പോൾ എത്ര എലമെൻറ്റ്സ് ആണോ അറേയിലുള്ളത് അത്രയും എലമെൻറ്റ്സിനെ ആ എലമെൻറ്റ്സിൻ്റെ കൗണ്ട് എനിക്ക് കിട്ടും. സോ ആ ഒരു കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറേ നെയിം എന്ന് കൊടുത്തിട്ട് ആ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ എനിക്ക് ലാസ്റ്റ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തത് ആഡിങ് അറേ എലമെൻറ്റ്സ്. എനിക്ക് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അറേയിലോട്ട് ഒരു പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പുഷ് എന്നുള്ളൊരു മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ അറേ നെയിം ഡോട്ട് പുഷ് എന്ന് കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ ഏത് എലമെൻറ്റിനെയാണോ ആഡ് ചെയ്യേണ്ടത് ആ എലമെൻറ്റിനെ ഞാൻ കൊടുക്കും. ഇവിടെ ഞാൻ സ്ട്രിങ് ആയതുകൊണ്ടാണ് ഞാൻ ഡബിൾ കോട്ട്സിനകത്ത് ആ എലമെൻറ്റിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം അറേക്കകത്ത് ബനാന, ഓറഞ്ച്, ആപ്പിൾ ആൻഡ് മാംഗോ എന്നുണ്ട്. സോ ഇതിലേക്ക് ഞാൻ ലെമൺ എന്നുള്ളൊരു പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യണം. ഈ ഫ്രൂട്ട്സ് എന്നുള്ള അറേയിലൂടെ ഒരു പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ആ അറേനെയും ഡോട്ട് പുഷ് എന്ന് കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ ലെമൺ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ തന്നെ ഒരു അറേയിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പോപ്പ് എന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഫ്രൂട്ട്സ് അറേനെയും, അതായത് ഫ്രൂട്ട്സ് ആണ് നമ്മുടെ അറേനെയും, ആ അറേനെയും ഡോട്ട് പോപ്പ് എന്ന് കൊടുക്കുമ്പോൾ ലാസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും എപ്പോഴും ഡിലീറ്റ് ചെയ്യുന്നത്. പോപ്പ് എപ്പോഴും ലാസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. പുഷ് എപ്പോഴും ലാസ്റ്റ് ഇൻഡെക്സിലോട്ട് ഒരു എലമെൻറ്റിനെയും കൂടെ ആഡ് ചെയ്യുകയുമായിരിക്കും ചെയ്യുന്നത്. സോ അതെപ്പോഴും ഓർത്ത് വെക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷിഫ്റ്റ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. സോ ഷിഫ്റ്റ് മെത്തേഡും പോപ്പ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പോപ്പ് മെത്തേഡ് എപ്പോഴും ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അറേയുടെ ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത്. ഷിഫ്റ്റ് മെത്തേഡാണെങ്കിൽ അറേയുടെ ഫസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റ് എലമെൻറ്റ് റിമൂവ്സ് ദ ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ റിമൂവ് ചെയ്യും. എന്നിട്ട് വാല്യൂസിനെല്ലാം ഷിഫ്റ്റ് ചെയ്യും ടു ദ കോൺസിക്യൂട്ടീവ് ഇൻഡെക്സസ് ഡൗൺ. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയി കാണിക്കുന്നത് നമ്മളുടെ റിമൂവ് ചെയ്ത എലമെൻറ്റിനെ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കാണിക്കുന്നത്. സോ ഇവിടെ ഫ്രൂട്ട്സ് ഡോട്ട് ഷിഫ്റ്റ് എന്ന് കൊടുക്കുമ്പം ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ റിമൂവ് ചെയ്യും. എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നതും ഈ എലമെൻറ്റിനെ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഫ്രൂട്ട്സ് ഡോട്ട് ഷിഫ്റ്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒരു വേരിയബിളിലോട്ട് ആ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളുടെ ഡിലീറ്റ് അല്ലെങ്കിൽ റിമൂവ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെൻറ്റ് ബനാന ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അറേ ഒന്നുകൂടി എനിക്ക് ഡിസ്പ്ലേ ആയി കാണിക്കണമെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റ് കാണില്ല. ഡിസ്പ്ലേ ആവുന്നത് ബാക്കിയുള്ള 3 എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് ഓറഞ്ച്, ആപ്പിൾ ആൻഡ് മാംഗോ ആയിരിക്കും ഡിസ്പ്ലേ ആയി കാണിക്കുന്നത്.
ഇനി കൺസിഡർ ചെയ്യുക, സപ്പോസ് നമ്മളുടെ അറേ എം ടി ആണ്, അതായത് നമ്മുടെ ലെങ്ത് പ്രോപ്പർട്ടി 0 ആണ്, അറേക്ക് അത് ഒരു വാല്യൂസും ഇല്ല. സോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ആ അറേ ഡോട്ട് ഷിഫ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ അൺഡിഫൈൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഡിലീറ്റ് ആണ്. ഈ ഒരു ഡിലീറ്റ് എന്നുള്ള ഓപ്പറേറ്റർ നമ്മളൊരു അറേ എലമെൻറ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു എലമെൻറ്റിനെ നമ്മൾ അൺഡിഫൈൻഡ് ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പ്ലൈസ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിലെ മെത്തേഡാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു അറേയിലെ കണ്ടൻസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് ഒന്നുകിൽ എലമെൻറ്റ്സിനെ ആഡ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഈ റിമൂവ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. സോ നമ്മളീ കാണുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ. അടുത്ത എക്സാമ്പിളിൽ നമ്മൾ ഫ്രൂട്ട്സ് ഡോട്ട് സ്പ്ലൈസ് 0 1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യും. ആ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് വെച്ചാൽ 0 ആയിരിക്കും. സോ 0th പൊസിഷനിലുള്ള ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യും. സോ ഇവിടെ ഡിലീറ്റ് ആവുന്നത് ബനാന ആയിരിക്കും. ബാക്കി ഓറഞ്ച്, ആപ്പിൾ, മാംഗോ എന്നുള്ളത് അറേയിൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഫ്രൂട്ട്സ് ഡോട്ട് സ്പ്ലൈസ് 3 1 എന്നായിരുന്നെങ്കിൽ 3rd ഇൻഡെക്സിലുള്ള ഒരു എലമെൻറ്റിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. 0 1 ആണെങ്കിൽ 0th ഇൻഡെക്സിലുള്ള ഒരു എലമെൻറ്റിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. അടുത്തത് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ അറേക്കകത്ത് 5 എലമെൻറ്റ്സ് ഉണ്ട്. എന്നിട്ട് ഈ അറേ നെയിം ഡോട്ട് സ്പ്ലൈസ് 3 1 എന്ന് ഞാൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇൻഡെക്സ് പൊസിഷൻ 3യിലെ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആവും. സോ ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ 3യിൽ മാൻഡറിൻ ആണ് കിടക്കുന്നത്. സോ മാൻഡറിൻ ഡിലീറ്റ് ആയിട്ട് ബാക്കി നമ്മുടെ അറേയിൽ ഇനിയുള്ളത് ഏഞ്ചൽ, ക്ലൗൺ, ഡ്രം ആൻഡ് സ്റ്റർജിയൻ ആയിരിക്കും. സോ അതായിരിക്കും ഇനിയുള്ള അറേയിലുള്ളത്. നമ്മുടെ മാൻഡറിൻ എന്നുള്ള ആ എലമെൻറ്റ് ഡിലീറ്റ് ആവുകയും ചെയ്യും. നമ്മളുടെ ഇവിടുത്തെ ഔട്ട്പുട്ട് മാൻഡറിൻ തന്നെയായിരിക്കും. നമ്മൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് റിമൂവ്ഡ് എന്ന് കൊടുക്കുമ്പോൾ മാൻഡറിൻ ആയിരിക്കും ഡിസ്പ്ലേ ആയി കിട്ടുന്നത്. അടുത്തത് മെർജിങ് ഓഫ് അറേസ് ആണ്. നമുക്കറിയാം പ്ലസ് ഓപ്പറേറ്ററും കോൺകാറ്റ് എന്നുള്ള മെത്തേഡും സെയിം ഓപ്പറേഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോൺകാറ്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ 2 അറേസിനെ മെർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നെയിംസ് 1-നകത്ത് ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് കാണും, നെയിംസ് 2-നകത്ത് രണ്ടാമതൊരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് കാണും. നെയിംസ് 1 ഡോട്ട് കോൺകാറ്റ് എന്നുള്ള മെത്തേഡിനകത്ത് നെയിംസ് 2 എന്ന് കൊടുക്കുമ്പോൾ ഈ 2 അറേസും കൂടെ മേർജായി കിട്ടും. എന്നിട്ട് ഈ മേർജായി കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ മൈ ട്രെയിനി എന്നുള്ളൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് മൈ ട്രെയിനി എന്ന് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് ഈ മേർജ്ഡ് അല്ലെങ്കിൽ ഈ കോൺകാറ്റ് ആയിട്ടുള്ള അറേ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആയി കിട്ടുന്നത്. സോ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഈ ഔട്ട്പുട്ടിനുള്ള അറേക്കകത്ത് ടോട്ടൽ 5 എലമെൻറ്റ്സും ഉണ്ട്. അടുത്ത എക്സാമ്പിൾ എന്ന് വെച്ചാൽ മെർജിങ് ഓഫ് 3 അറേസ് ആണ്. മെർജിങ് ഓഫ് 3 അറേസിനകത്ത് നമ്മളുടെ 3 അറേസ് കാണും, ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ. എന്നിട്ട് എനിക്ക് ഈ അറേസിനെ 3 എണ്ണത്തിനെ മെർജ് ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് അറേന്ന് കൊടുക്കും. എന്നിട്ട് കോൺകാറ്റിനകത്ത് ബാക്കി 2 അറേസിനെയും കോമ വെച്ച് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 3 അറേസിനെ മെർജ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്കറിയാം ഓരോ അറേയും നമ്മൾ ഓരോ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട്
വേറെ നാലാമതൊരു വേരിയബിൾ എടുത്തിട്ട് ഈ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് മൈ ചിൽഡ്രൻ എന്ന് കാണിക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഈ 3 അറേസിനെയും കോൺകാറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അടുത്തത് സ്ലൈസിങ് ആണ്. സ്ലൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ലൈസ് ചെയ്ത് മാറ്റുവാണ്. കുറച്ച് ഭാഗത്തെ ഇൻറ്റു ഒരു പുതിയ അറേയായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് ഒരു അറേയുടെ എലമെൻറ്റ്സിനെ കുറച്ച് എലമെൻറ്റ്സിനെ നമ്മൾ സ്ലൈസ് ചെയ്ത് മാറ്റി ഒരു പുതിയ അറേയാക്കി മാറ്റും. സോ അതിന് നമ്മൾ സ്ലൈസ് എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സപ്പോസ് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ഡോട്ട് സ്ലൈസ് 1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടുള്ള എലമെൻറ്റ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ആ എലമെൻറ്റ്സിനെ വെച്ചിട്ടൊരു പുതിയ അറേ ഫോം ആകും. ആൻഡ് സോഴ്സ് അറേന്ന് ഒരിക്കലും എലമെൻറ്റ്സ് റിമൂവ് ആയി പോവുകയില്ല. സോ ഓറഞ്ച്, ലെമൺ, ആപ്പിൾ, മാംഗോ എന്നുള്ള എലമെൻറ്റ്സ് ഒരു പുതിയ അറേ ആയി ഫോം ആവും. ആ അറേയുടെ പേരാണ് സിട്രസ് എന്നുള്ളത്. ഒന്നുകൂടി പറയാം. ഫ്രൂട്ട്സ് ഡോട്ട് സ്ലൈസ് 1 എന്ന് കൊടുക്കുമ്പം ഇൻഡെക്സ് പൊസിഷൻ 1 തൊട്ടുള്ള എലിമെൻറ്റ്സിനെ മാത്രമേ നമ്മൾ പുതിയ അറേയിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ആ പുതിയ അറേയുടെ പേരാണ് സിട്രസ് എന്നുള്ളത്. സോ ഇവിടെ ഔട്ട്പുട്ട് ഓറഞ്ച്, ലെമൺ, ആപ്പിൾ, മാംഗോ എന്നുള്ളതായിരിക്കും. ഈ ഒരു എക്സാമ്പിളിൽ ഫ്രൂട്ട്സ് ഡോട്ട് സ്ലൈസ് 3 എന്നുള്ളതാണ്. സോ ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ 3 സ്റ്റോർ ചെയ്തിട്ടുള്ള ആപ്പിളാണ്. സോ 3 തൊട്ടുള്ള എലിമെൻറ്റ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ പുതിയ അറേ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ പുതിയ അറേയുടെ പേരെന്ന് വെച്ചാൽ സിട്രസ് ആണ്. സോ ഈ അറേയിൽ 2 വാല്യൂസ് ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, അതായത് ആപ്പിൾ, മാംഗോ. മോസ്റ്റ് കോമൺലി സ്ലൈസിങ്ങിന് 2 ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ 2 പാരാമീറ്റേഴ്സ് ആയിരിക്കും ഉള്ളത്. സോ അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് വെച്ചാൽ സ്റ്റാർട്ടും സെക്കൻഡ് പാരാമീറ്റർ എന്ന് വെച്ചാൽ എൻഡും ആയിരിക്കും. സപ്പോസ് എനിക്ക് ഫ്രൂട്ട്സ് ഡോട്ട് സ്ലൈസ് 1,3 എന്നാണെങ്കിൽ നമ്മൾ 1, 2 അതായത് ഇൻഡെക്സ് പൊസിഷൻ 1ഉം 2ഉം മാത്രമായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ആ 2 എലിമെൻറ്റ്സിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. അതായത് സ്ലൈസ് മെത്തേഡ് എന്ന് വെച്ചാൽ എലിമെൻറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ആർഗ്യുമെൻറ്റിലുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള എലിമെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് എൻഡ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് ഇവിടെ 3 ആണല്ലോ, 3 എന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷനിലുള്ള എലിമെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ ഫ്രൂട്ട്സ് ഡോട്ട് സ്ലൈസ് 1,3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനെ ഇൻക്ലൂഡ് ചെയ്യും, സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനെ ഇൻക്ലൂഡ് ചെയ്യും, തേർഡ് ഇൻഡെക്സ് പൊസിഷനെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ ഏതാണ് ഇരിക്കുന്നത്? ഓറഞ്ചാണ്. സോ ഓറഞ്ചിനെയും ലെമണിനെയും മാത്രം ഇൻക്ലൂഡ് ചെയ്യും. സോ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് സിട്രസിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഓറഞ്ച്, ലെമൺ എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇതാണ് സ്ലൈസിങ്ങിൻ്റെ 2 ആർഗ്യുമെൻറ്റ്സ് കേസ് വരുന്നത്. അതായത് ഇവിടെ എലിമെൻറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ആർഗ്യുമെൻ്റ് തൊട്ട് എൻഡ് ആർഗ്യുമെൻറ്റിൻ്റെ -1 എന്നുള്ള പൊസിഷൻ വരെ എടുക്കത്തുള്ളൂ. ഇനി VAR citrus is equal to fruits dot slice 2,4 എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മുടെ സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലിമെൻറ്റ് ഏതാ? ലെമൺ അല്ലേ? സോ ലെമണും ഇൻക്ലൂഡഡ് ആയിരിക്കും, തേർഡ് ഇൻഡെക്സിലുള്ള എലിമെൻറ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും.
ഫോർത്ത് ഇൻഡെക്സിലുള്ള എലിമെൻറ്റ് മാത്രം നമ്മൾ എടുക്കത്തില്ല. സോ സെക്കൻഡ് ഇൻഡെക്സിലെ എലിമെൻറ്റും തേർഡ് ഇൻഡെക്സിലെ എലിമെൻറ്റിനെ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ സെക്കൻഡ് ഇൻഡെക്സിലെ എലിമെൻറ്റ് ഏതാ? ലെമൺ ആണ്. തേർഡ് ഇൻഡെക്സിലെ എലിമെൻറ്റ് ആപ്പിൾ ആണ്. സോ ലെമൺ ആപ്പിൾ എന്നായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് കാണിക്കുന്നത്. അടുത്തത് സോർട്ടിംഗ് ഓഫ് എൻ അറേ ആണ്. സോർട്ടിംഗ് ഓഫ് എൻ അറേ എന്ന് വെച്ചാൽ ആൽഫബറ്റിക്കലി അറേനെ സോർട്ട് ചെയ്ത് നമുക്ക് കിട്ടാൻ ആണ് നമ്മൾ സോർട്ട് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഫ്രൂട്ട്സ് എന്നുള്ള നമ്മൾ അറേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട് എന്ന് കൊടുക്കുമ്പം ഈ ഒരു അറേ എലിമെൻറ്റ്സിനെ നമ്മൾ സോർട്ട് ചെയ്യും ആൽഫബറ്റിക്കൽ ഓർഡറിൽ. സോ ആപ്പിൾ, ബനാന, മാംഗോ ആൻഡ് ഓറഞ്ച് എന്ന് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സോ ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട് എന്ന് മാത്രം ഔട്ട്പുട്ട് കിട്ടില്ല. ഈ ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ടിനെ വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. VAR എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, എക്സ് എന്ന് കൊടുക്കുക. VAR എക്സ് ഇസ് ഈക്വൽ ടു ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് ഡോക്യുമെൻ്റ് ഓർഡറായിട്ട് എക്സ് എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അടുത്ത റിവേഴ്സിങ് എൻ അറേ ആണ്. സോ റിവേഴ്സിങ് എൻ അറേ എന്ന് വെച്ചാൽ സോർട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ എലമെൻറ്റ്സിനെ എല്ലാം റിവേഴ്സ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഈ ഒരു അറേയെ നമ്മൾ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റിവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം VAR ഫ്രൂട്ട്സ് എന്നുള്ള അറേ എടുത്തിട്ട് നമ്മളുടെ ഫ്രൂട്ട്സിനെ എല്ലാം നമ്മൾ അറേ ഫ്രൂട്ട്സിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വേരിയബിൾ എടുത്തിട്ട് ആ വേരിയബിളിലോട്ട് ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട് എന്നുള്ള വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് ഡോട്ട് റിവേഴ്സ് എന്ന് കൊടുത്തിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് കൊടുത്തിട്ട് ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമ്മളുടെ റിവേഴ്സ് ഓർഡറിൽ സോർട്ടഡ് ആയിട്ടുള്ള അറേ നമുക്ക് ഡിസ്പ്ലേ ആയി കിട്ടും. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നമ്മളിന്ന് പഠിച്ചതിൽ നിന്നും കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ അറേയാണ്. അതിലേക്ക് ഞാനൊരു ലിസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ പേര് ഞാൻ കൊടുത്തു. എന്നിട്ട് ആ അറേ ജസ്റ്റ് ഞാനൊന്ന് ഡിസ്പ്ലേ ആയി കാണിക്കുകയാണ് നിങ്ങൾക്ക്. സോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ബനാന, ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. നമ്മളുടെ അറേയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ആയി കാണിച്ചേക്കുവാണ് ഈ ഒരു എക്സാമ്പിളിൽ. ഇനി അടുത്തത് ഈ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ഒരു അറേയുടെ ലെങ്ത് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് വെച്ചാൽ നമുക്കറിയാം 4 ആയിരിക്കും. സോ ഈ ഒരു 4 എന്നുള്ള ഔട്ട്പുട്ടിനെ നമ്മൾ അലേർട്ട് ബോക്സിനകത്ത് ഡിസ്പ്ലേ ആയി കാണിക്കുകയാണ്. സോ അലേർട്ട് എന്ന് കൊടുത്തിട്ട് ഞാൻ Z എന്നാണ് കൊടുക്കുന്നത്. കാരണം Z എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ് ഇതിൻ്റെ ലെങ്ത്തിനെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഞാൻ ഇങ്ങനെ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുകയാണ്. .html ഫോമാറ്റിൽ സേവ് ചെയ്തിട്ട് അലേർട്ട് ബോക്സിനകത്ത് കണ്ടില്ലേ 4 എന്ന് ഡിസ്പ്ലേ ആയി കാണിച്ചു കിട്ടുന്നുണ്ട് നമുക്ക് ഔട്ട്പുട്ട്. സോ ഇത്രയായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയും വീഡിയോസ് ഞാൻ ഇനിയും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക്